പല്ലുകൾ നഷ്ടമാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓറൽ ഹെൽത്തിനെ ബാധിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി കേടുവരുന്ന പല്ലുകൾ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. പകരം പല്ലുകൾ വെക്കാറില്ല. രണ്ട് സൈഡും ഒരുപോലെ ബൈറ്റ് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ കറക്റ്റ് ഓർഡറിൽ പല്ല് ഇരിക്കുന്നതും നമുക്ക് കറക്റ്റായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ സാധിക്കുന്നതും. കറക്റ്റായിട്ട് ചവച്ചരച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഡൈജഷൻ ഉണ്ടാകുകയും അത് മുഖാന്തരം കുറേ അസുഖങ്ങൾ പുറകെ ഉണ്ടാകുന്നതാണ്. കൂടാതെ നമ്മുടെ പല്ലുകൾ എപ്പോഴും ഇങ്ങനെ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇതിൽ ഒരു പല്ല് പോയി കഴിഞ്ഞാൽ, എക്സാമ്പിൾ താഴത്തെ പല്ല് പോയി കഴിഞ്ഞാൽ അടുത്തുള്ള പല്ലുകൾ ആ സൈഡിലേക്ക് നീങ്ങാനും ഓപ്പോസിങ് ടൂത്ത് താഴോട്ട് ഇറങ്ങാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക. ഷെൽഫിൽ കുറേ ബുക്സ് ഇരിക്കുന്നു, അതിൽ ഒരു ബുക്ക് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ രണ്ട് സൈഡിലുള്ള ബുക്കുകളും ഈ ഒരു സ്ഥാനത്തേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അതേപോലെയാണ് നമ്മുടെ വായിലെ കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഇത് മുഖാന്തരം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടീത്ത് അലൈൻമെൻറ്റിനെ ബാധിക്കും. പല പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോഴത്തേക്കിനും ഫുഡ് ഇമ്പാക്ഷൻ കൂടുതലായി ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ കേടുകളും ഒരു സൈഡിലേക്ക് കൂടുതലായി സംഭവിക്കുന്നു. ടീത്ത് അലൈൻമെൻറ്റ് ടീത്ത് അലൈൻമെൻറ്റിനെ ബാധിച്ചു കഴിയുമ്പോൾ മിക്ക ആൾക്കാരും ഒരു സൈഡ് മാത്രമായിരിക്കും വെച്ച് ചവയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ പല്ലെടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് ചവയ്ക്കാനായിരിക്കും കൂടുതലും എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ആ സൈഡിൽ മാത്രം കേടുകൾ ഉണ്ടാവുകയും അവിടെ ഓവർലോഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല്ലെടുത്ത ഭാഗത്ത് കുറേ വർഷങ്ങളോളം പകരം പല്ല് വെക്കാതിരുന്നാൽ ആ ഭാഗത്തെ ബോണിന് തേയ്മാനം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പല്ല് വെക്കണം എന്ന് തോന്നിയാൽ പോലും നമുക്കൊരു പല്ല് വെച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കൂടാതെ എല്ലാവരും വിചാരിക്കും അണപ്പല്ലല്ലേ, ആരും കാണുന്നില്ലല്ലോ എന്ന് എടുത്തു കളഞ്ഞാലും. പക്ഷേ അത് മുഖാന്തരം നമുക്ക് വേറൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചറിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. കവിളൊട്ടുക, വായുടെ കോർണറിൽ റിങ്കിൾസ്, ലൈൻസ് പോലെയൊക്കെ ഫോം ചെയ്യുക, പ്രിമച്വർ ഏജിങ് പോലെ നമുക്ക് തോന്നുന്നതാണ്. നമ്മൾ പല്ലെടുത്ത ഭാഗത്ത് പകരം പല്ല് വെച്ച് കൊടുത്തില്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ എല്ലിന് തേയ്മാനം ഉണ്ടാകുകയും പിന്നീട് പല്ല് വെച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുമില്ല. കൂടാതെ എല്ലാവരും വിചാരിക്കും അണപ്പല്ലല്ലേ, ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് പല്ല് വെക്കാതിരിക്കും. പക്ഷേ നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചറിനെ അത് സാരമായി ബാധിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പല്ല് എടുത്ത് നീക്കം ചെയ്ത് കഴിയുമ്പോൾ പകരം പല്ല് വെച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പല്ല് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പല്ല് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഭാവിയിൽ പല ഓറൽ ഇഷ്യൂസ് നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കുന്നതാണ്.